കൂട്ടുകാരെ, എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാൻ ഇന്ന് സോഷ്യൽ സയൻസ് വർക്ക്ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇടുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി ഇൻ ഈച്ച് സെക്ടർ. ആദ്യത്തെ സെക്ടർ പ്രൈമറി സെക്ടർ ആണ്. അതിൽ 1993 64.9% എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി. 2005 56.5%. 2011 53.2%. അടുത്തത് സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ 1993 14.2% എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി. 2005 18.7%. 2011 21.5%. അടുത്തത് ടേഴ്സറി സെക്ടർ. ടേഴ്സറി സെക്ടർ 1993 20.9% എംപ്ലോയ്മെന്റ് അവൈലബിലിറ്റി. 2005 24.8%. 2011 25.3% അപ്പോൾ ആകെ 100%. മലയാളത്തിൽ ഇന്ത്യയിൽ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യതയുടെ കണക്ക്. മേഖല: പ്രാഥമിക മേഖല 1993 64.9% തൊഴിൽ ലഭ്യത. 2005 56.5%. 2011 53.2% അടുത്തത് ദ്വിതീയ മേഖല. അത് 1993 14.2%. 2005 18.7%. 2011 21.5% തൊഴിൽ ലഭ്യത. അടുത്തത് തൃതീയ മേഖല. അത് 1993 20.9%. 2005 24.8%. 2011 25.3% തൊഴിൽ ലഭ്യത. അപ്പോൾ ആകെ 100%. അടുത്ത ചോദ്യം, റൈറ്റ് യുവർ ഫൈൻഡിങ്സ് അനലൈസിംഗ് ടേബിൾ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. ഇനി പറയുന്ന സൂചകങ്ങളെ അടിസ്ഥാനമാക്കി പട്ടിക പരിശോധിച്ചതിനു ശേഷം നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതുക. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ്: which sector shows an increased trend in the availability of employment? Which sector shows an increased trend in the availability of employment? ആൻസർ എന്താണ്? Employment opportunities are increasing in the secondary and tertiary sectors. Employment opportunities are increasing in the secondary and tertiary sectors. അടുത്തത് മലയാളത്തില് സൂചകങ്ങൾ. ഏതെല്ലാം മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് വർദ്ധിച്ചു വരുന്നത്? ഏതെല്ലാം മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് വർദ്ധിച്ചു വരുന്നത്? ഉത്തരം: തൃതീയ മേഖലകളിൽ തൊഴിൽ അവസരങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. തൃതീയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം, which sector shows highest availability of employment in all periods? Which sector shows highest availability of employment in all periods? Answer: primary sector shows highest availability of employment in all periods. Primary sector shows highest availability of employment in all periods. മലയാളത്തില് ഏത് മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടുതൽ? ഏത് മേഖലയിലാണ് തൊഴിൽ ലഭ്യത എല്ലാ കാലഘട്ടത്തിലും കൂടുതൽ? ഉത്തരം: എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും ഉയർന്ന തൊഴിൽ ലഭ്യത പ്രാഥമിക മേഖല കാണിക്കുന്നു. എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും ഉയർന്ന തൊഴിൽ ലഭ്യത പ്രാഥമിക മേഖല കാണിക്കുന്നു. അടുത്ത ചോദ്യം,
How much is the employment availability in primary sector greater than that of the other two sectors in 2011? ആവർത്തിക്കാം. How much is the employment availability in primary sector greater than that of the other two sectors in 2011? നമുക്ക് അതിൻ്റെ ഉത്തരം നോക്കാം. In 2011, employment in the primary sector is 31.7% higher than in the secondary sector and 27.9% higher than in the tertiary sector. In 2011, employment in the primary sector is 31.7% higher than in the secondary sector and 27.9% higher than in the tertiary sector. നമുക്കതിൻ്റെ മലയാളം നോക്കാം. 2011 പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത മറ്റ് രണ്ട് മേഖലകളിൽ തൊഴിൽ ലഭ്യതയേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഉത്തരം 2011 പ്രാഥമിക മേഖലയിലെ തൊഴിൽ ദ്വിതീയ മേഖലയേക്കാൾ 31.7%, തൃതീയ മേഖലയേക്കാൾ 27.9% കൂടുതലാണ്. 2011 പ്രാഥമിക മേഖലയെ തൊഴിൽ ദ്വിതീയ മേഖലയേക്കാൾ 31.7%, തൃതീയ മേഖലയേക്കാൾ 27.9% കൂടുതലാണ്. അടുത്ത നമുക്ക് ഇതിന്റെ നിഗമനങ്ങൾ ഫൈൻഡിങ്സ് നോക്കാം. ആദ്യം, ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്നു. എംപ്ലോയ്മെന്റ് opportunities are increasing in the secondary and tertiary sectors. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ പ്രാഥമിക മേഖലയിലാണ്. Highest employment opportunities are in primary sector. 2011 പ്രാഥമിക മേഖലയിലെ തൊഴിൽ ലഭ്യത ദ്വിതീയ മേഖലയെ അപേക്ഷിച്ച് 31.7%, തൃതീയ മേഖലയെ അപേക്ഷിച്ച് 27.5% കൂടുതലാണ്. In 2011, primary sector employment 31.7% is higher than the secondary sector and 27.5% higher than the tertiary sector. അടുത്തത്, ഏത് കാലത്തും തൊഴിൽ ലഭ്യതയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ പ്രാഥമിക മേഖലയാണ് മുന്നിൽ. In India, for any period, employment availability is higher in primary sector than any other sectors. അടുത്തത്, ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ മാറ്റം വിശദീകരിക്കുന്ന ഡയഗ്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 1970-71 വർഷങ്ങൾക്കിടയ്ക്ക് 108.4 ദശലക്ഷം ടണ്ണായിരുന്നു ഭക്ഷ്യോൽപാദനം. 1990-91 വർഷങ്ങൾക്കിടയ്ക്ക് 176.4 ദശലക്ഷം ടണ്ണായിരുന്നു ഭക്ഷ്യ ഉൽപാദനം. 2000-2001 വർഷങ്ങൾക്കിടയ്ക്ക് 196.8 ദശലക്ഷം ടണ്ണായിരുന്നു ഭക്ഷ്യോൽപാദനമെങ്കിൽ 2011-12 വർഷങ്ങൾക്കിടയ്ക്ക് 257.4 ദശലക്ഷം ടണ്ണായിരുന്നു ഭക്ഷ്യോൽപാദനം. ഇന്ത്യയിൽ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു വരുന്നതെന്ന് നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് വ്യക്തമാണ്. അടുത്ത ചോദ്യം, ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെയാവും ഇതിന്റെ കാരണങ്ങൾ? The diagram states that there is a steady progress in food production in India, but poverty still persists in various parts of India, even after the increased food production. What may be the reasons? കണ്ടെത്തലുകൾ, ഫൈൻഡിങ്സ്, അതിന്റെ റീസൺസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിതരണത്തിലെ അപാകത, ഡിഫെക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത പോയിന്റ്, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്, ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽസ് ടു പർച്ചേസ് ഗുഡ്സ്.
അടുത്തത് ജനസംഖ്യ വർധനവ്, പോപ്പുലേഷൻ ഗ്രോത്ത്. അവസാനമായി തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് പോവർട്ടി? വാട്ട് ഈസ് പോവർട്ടി? ആൻസർ നോക്കാം. ആസ് പെർ ദി റെക്കമെൻഡേഷൻ of the Planning Commission, the people in urban areas whose intake of nutritious food is less than 2100 calories and those in rural areas whose intake of nutritious food is less than 2400 calories experience poverty. The Economic Survey 2011-12 states that the percentage of poverty in India is 29.8%. Bihar with the highest of 53.5%, Himachal Pradesh with the lowest of 9.5%. Kerala has a poverty rate of 12%. അടുത്തത് മലയാളത്തിൽ, എന്താണ് ദാരിദ്ര്യം? എന്താണ് ദാരിദ്ര്യം? ഉത്തരം, ആസൂത്രണ കമ്മീഷന്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ ബീഹാർ 53.5%, ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ് 9.5%, കേരളം 12%. അടുത്തത് നമുക്ക് എന്താണ് ഭക്ഷ്യസുരക്ഷ എന്ന് നോക്കാം. ഭക്ഷ്യവസ്തുക്കൾ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ലഭ്യമാകുമ്പോഴാണ് ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത്. എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. ഫുഡ് സെക്യൂരിറ്റി. വാട്ട് ഈസ് ഫുഡ് സെക്യൂരിറ്റി എന്ന് നോക്കാം. ഫുഡ് സെക്യൂരിറ്റി is attained when there is adequate availability of food to the needy. Food security exists when all people at all times have physical and economic access to sufficient nutritious food to meet the dietary needs and food preference for active and healthy life. അടുത്ത ചോദ്യം, by analyzing the definition of food security, what conclusion do you arrive at? By analyzing the definition of food security, what conclusion do you arrive at? Answer നോക്കാം. All people should get food. ആദ്യത്തെ പോയിന്റ്, all people should get food. രണ്ടാമത്തെ പോയിന്റ്, food should be made available at all times. Food should be made available at all times. മൂന്നാമത്തെ പോയിന്റ്, adequate amounts should be obtained. Adequate amounts should be obtained. നാലാമത്തെ ചോദ്യം, must be nutritious. Must be nutritious. മലയാളം നോക്കാം. ഭക്ഷ്യസുരക്ഷയുടെ നിർവചനം വിശകലനം ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്ത് നിഗമനത്തിലെത്തും? ഭക്ഷ്യസുരക്ഷയുടെ നിർവചനം വിശകലനം ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്ത് നിഗമനത്തിലെത്തും? ഉത്തരം നോക്കാം. ആദ്യത്തെ പോയിന്റ്, എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം. എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ലഭിക്കണം. അടുത്ത പോയിന്റ്, എല്ലാ കാലത്തും ഭക്ഷണം ലഭിക്കണം.
എല്ലാ കാലത്തും ഭക്ഷണം ലഭിക്കണം. മൂന്നാമത്തെ പോയിന്റ് മതിയായ അളവിൽ ലഭിക്കണം. നാലാമത്തെ പോയിന്റ് പോഷക സമൃദ്ധം ആകണം. അടുത്തത് നമുക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തതയെ കുറിച്ച് കുറിപ്പെഴുതാം. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. നമുക്ക് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം. If a country is able to produce sufficient food to meet with the requirements of its people, it can be considered as self-sufficient in food. If a country is able to produce sufficient food to meet with the requirements of its people, it can be considered as self-sufficient in food. അടുത്ത ചോദ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളും ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. സർക്കാർ പദ്ധതികൾ അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്തത് സർക്കാർ പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംയോജിത ശിശുവികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇതൊക്കെയാണ് സർക്കാർ പരിപാടികൾ. അടുത്തത് ഇംഗ്ലീഷ്. വാട്ട് ആർ ദി മേജർ പ്രോജക്ട്സ് ആൻഡ് പ്രോഗ്രാം ബീങ് ഇംപ്ലിമെന്റഡ് അറ്റ് ദി ഗവൺമെന്റ് ലെവൽ ഫോർ പോവർട്ടി എലിവേഷൻ? നമുക്ക് ഗവൺമെന്റ് പ്രോജക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ. അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അടുത്തത് ഗവൺമെന്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, മിഡ് ഡേ മീൽ പ്രോഗ്രാം അറ്റ് സ്കൂൾസ്, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. ഇതൊക്കെയാണ് ഗവൺമെന്റ് പ്രോഗ്രാംസ്. അപ്പോൾ സാറ് അവസാനമായി തന്ന 2 ആക്ടിവിറ്റികളും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ, ഇതേപോലെ കുറേ വീഡിയോസ് ഇനിയും ഇടുന്നത് കാണണമെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.